മാമ്പഴത്തിൻ്റെ സമയമായതുകൊണ്ട് നമുക്ക് മാമ്പഴം വെച്ചിട്ടുള്ള ഒരു വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പി നോക്കാം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് മാംഗോ മൂസാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന മാംഗോ മൂസിൽ സാധാരണയായി മുട്ട ചേർക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പിയിൽ മുട്ട ചേർക്കാതെയുള്ള മാംഗോ മൂസാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മാംഗോ മൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 400 ഗ്രാമോളം നന്നായി പഴുത്ത മാങ്ങ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1 ടീസ്പൂണോളം ജലാറ്റിൻ, ഒരു 1/4 കപ്പ് തണുത്ത വെള്ളത്തിൽ നന്നായി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ജലാറ്റിൻ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ അടുപ്പത്ത് ഒരു പാനിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ജലാറ്റിൻ്റെ ആ പാത്രം ഒന്ന് ഇറക്കി വെച്ച് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതിനെയും ഇതിലുള്ള ഈ ജലാറ്റിനെല്ലാം നന്നായി ഒന്ന് അലിന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ജലാറ്റിനെല്ലാം നന്നായി അലിർന്ന് ഇത് നല്ല ക്ലിയർ ലിക്വിഡായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി ഒന്ന് തണുത്ത് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ജലാറ്റിൻ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്ഡ് ക്രീം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങയ്ക്ക് നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ കയ്യിലുള്ള മാങ്ങയ്ക്ക് ഒരുവിധം നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയ്ക്ക് അത്ര മധുരമില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കണം. അതുപോലെ ഈ വിപ്ഡ് ക്രീമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ നേരത്തെ കേക്ക് ഉണ്ടാക്കിയപ്പോഴും ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോഴും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയാത്തത്. ഈ വിപ്ഡ് ക്രീം ആക്കുന്നതിന് വേണ്ടി ഏകദേശം 1 കപ്പോളം വിപ്പിംഗ് ക്രീം, ഒരു 1 ടീസ്പൂൺ പൗഡേർഡ് ഷുഗറും 1/2 ടീസ്പൂൺ വനില എസൻസും ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ ഒന്ന് വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ മാങ്ങ നന്നായി പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള മിക്സിയുടെ ഏത് ജാറിലാണോ ഏറ്റവും നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുന്നതെന്ന് അതിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർക്കരുത്. അതുപോലെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ജലാറ്റിനും ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഈ മാംഗോ പ്യൂരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ആക്കി വെച്ചിരുന്ന നമ്മുടെ വിപ്ഡ് ക്രീമും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിപ്ഡ് ക്രീം ചേർക്കുമ്പോൾ നമ്മൾ ഒരു 2 പാർട്ടായിട്ട് വേണം ചേർക്കാൻ. ഒരുമിച്ച് മുഴുവനും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യാതെ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക്. സാധാരണ ഇതിലേക്ക് മുട്ടയുടെ വൈറ്റ് കൂടി നന്നായി ബീറ്റ് ചെയ്ത് ചേർക്കാറുണ്ട്. അതിന് പകരമാണ് ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടി അതുപോലൊരു റിച്ച്നെസ്സിന് വേണ്ടി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തേക്കുന്നത്. നമുക്കിത് നന്നായി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ഗ്ലാസ്സുകളിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഞാൻ നമ്മുടെ മൂസ് ഇതുപോലെ ഒരു ഗ്ലാസ്സുകളിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റായി വരുന്നതിന് വേണ്ടി വയ്ക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊരു 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ മാംഗോ മൂസ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരല്പം വിപ്ഡ് ക്രീമും ഒരു ചെറിയ പീസ് മാംഗോയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു ഈസി ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്